ഹായ് ഫ്രണ്ട്സ്, ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിൽ പലർക്കും ഇതുപോലൊരു മെയിൽ വന്നിട്ടുണ്ടാകും യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ പലരും ഈ ഒരു മെയിൽ കണ്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ടെൻഷൻ അടിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കിട്ടിയതാണോ അതല്ലെങ്കിൽ വാണിംഗ് ആണോ എന്നൊക്കെ പലരും സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇമെയിൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ഈ ഒരു ഇമെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയും, ദിസ് ഇമെയിൽ ഈസ് ആൻ ആനുവൽ റിമൈൻഡർ ദാറ്റ് യുവർ യൂസ് ഓഫ് യൂട്യൂബ് ഈസ് സബ്ജക്റ്റ് ടു ദ ടേംസ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞിട്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിമൈൻഡിങ് ആണ്. അതായത് ആനുവൽ റിമൈൻഡർ എന്നുള്ളത് വർഷം തോറും ഒരു യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്തിനെക്കുറിച്ച് എന്ന് പറയുമ്പോൾ യൂട്യൂബിൻ്റെ ടേംസ് ഓഫ് സർവീസിനെ കുറിച്ചാണ്. അതിൽ തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിനെ കുറിച്ചാണ് യൂട്യൂബ് പറയുന്നത്. അത് ഏറ്റവും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ യൂട്യൂബ് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് നമ്മൾ പേടിക്കേണ്ട തരത്തിൽ ഒന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ജനുവരിയാണ്, പുതിയൊരു വർഷം തുടങ്ങുകയാണ്. അപ്പോൾ യൂട്യൂബിൽ നമുക്കറിയാം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്ന പോലെ തന്നെ ഒരേ ഒരു സംഭവം തന്നെയാണ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വന്നാലും. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും, പക്ഷേ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ പോലും കിട്ടുന്നതല്ല. അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്കിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് എന്ന് നമുക്ക് മനസ്സിലാകും. യൂട്യൂബ് ഈ ഒരു കാര്യത്തിൽ വളരെയധികം അലേർട്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കമൻസിലായാലും തമ്പനെയിലായാലും വീഡിയോസിലായാലും യൂട്യൂബിൻ്റേതായിട്ടുള്ള കുറേ പോളിസികളുണ്ട്. അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്കത് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ കഴിയൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു പോളിസിക്കുള്ളിൽ നിന്ന് വേണം നമ്മൾ വീഡിയോസ് ചെയ്യാൻ. അത് ഒരു ക്രിയേറ്റർ എന്ന നിലയിലും നമുക്കും അതുപോലെ യൂട്യൂബിനും അല്ലെങ്കിൽ മൊത്തം സൊസൈറ്റിയെ ബാധിക്കുന്നൊരു കാര്യമായതുകൊണ്ടാണ് യൂട്യൂബ് ഇത്രത്തോളം കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ ചെയ്യുന്നവർക്ക് മാത്രമാണ് യൂട്യൂബിൽ മോണിറ്റൈസേഷനൊക്കെ കിട്ടി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിനെ കുറിച്ചിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ഇമെയിൽ ത്രൂ നമ്മൾ അറിയിച്ചു എന്ന് മാത്രമാണ്. അതല്ലാതെ നമുക്ക് സ്ട്രൈക്ക് വന്നു, വാണിംഗ് വന്നു എന്നൊന്നും ഈ ഒരു ഇമെയിൽ കൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, നമ്മളൊന്ന് റിമൈൻഡ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.